എന്റെ ആരോഗ്യത്തിന് തോക്കെയാണോ? ഇതിൽ കണ്ടന്റ് കൂടുതലാണെങ്കിലും മദ്യം കുറവല്ലേ? ഫ്രൂട്ട്സ് അല്ലേ കൂടുതലും. സേഫാണ്. സേഫ് ആണല്ലേ? സെറ്റല്ലേ? സെറ്റ് കളിയാ എന്റെ അടുക്കള കേല് എല്ലാം സെറ്റ് അവിടെ. അല്ല അമ്മ എങ്ങനെ അറിഞ്ഞു? അമ്മയും കുമ്മിയൊന്നും അറിയില്ലാന്ന്. ഇത് പാൽ കുടിക്കുന്ന പോലെ ഒരാളറിയില്ലാന്ന്. അന്ന് 2 ഗ്ലാസ് പാൽ കുടിച്ചാ മതിയാ? എന്തൊട്ട് കുട്ടിയുണ്ടോ പോലെ അളിയാ. ഇത് പിടിച്ചാ ഈ ഇലക്ക് വെച്ചാൽ മതിട്ടാ. ഓളിസ് വെൽ. അമ്പളിക്ക് വേണ്ടി പറഞ്ഞ അടിക്കാല്ലേ? പിന്നെ ചെല്ല്. എന്താ കരിക്കിരിക്കണ്ടോ അവിടെ? കരിക്കാ? നാടൻ സാധനം കൂട്ടിരിക്കാനാ. ആ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ വിളിക്കരുതോ? ഓക്കെളിയാ പോയിക്കോ. മുഖത്ത് നല്ല കുരുണ്ടല്ലോ മോളെ. ഇച്ചിരി പേരേല അരച്ചിട്ടാ മതി. വേഗം പോകും. ഞാൻ വിചാരിച്ച നല്ല മുടിയുണ്ടെന്ന് കേട്ടോ. ഇത് മൊത്തം തിരുപ്പനായിരുന്നല്ലോ. ഒട്ടുമില്ല. സ്വർണ്ണം എല്ലാം വെച്ചോ. ആപ്പിളും മുന്തിരിക്ക കാക്കൊത്തി കൊണ്ടുപോയാ? അമ്പിളി നീ കഴിച്ചാ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചടാ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. വീട്ടിൽ മോള് ഒറ്റയ്ക്കാണോ? ഇത് പിടിയെടുക്കാണ്. നീ എന്റെ ഏലക്കാന്നല്ലേ? ഞാനപ്പോ ഏലക്കാന്ന് പറഞ്ഞു. നീ പറഞ്ഞു വീട്ടില് രക്ഷപ്പെട്ടല്ലേ? എടിമാരെ ഞാനങ്ങ് പോവാണേ. അങ്ങ് വന്നേക്കണേ. കൊച്ചൊറ്റയ്ക്കാ വീട്ടിലേ. ഒരുത്തരം മൂക്കിലടിച്ചുള്ളത് പാലളകി എന്നുള്ളത് ഉറപ്പാ. വീട്ടിൽ വന്ന് വാച്ച് നോക്കിയപ്പോണ്ടല്ല ചില്ല് പൊട്ടിട്ട് കട്ട ചോര. എന്നാലും ചേട്ടൻ എന്തൊരു മണ്ടന. ഇടിക്കാൻ പോകുമ്പോ ആരെങ്കിലും വാച്ച് കിട്ടുമോ? അതൊക്കെ ഊരി വെച്ചിട്ടുണ്ട് പെടയ്ക്കാൻ. എന്ത് പരിപാടിയാണിത്? ഒരടിക്ക് തീരെയില്ല, രണ്ടടിക്ക് തികയില്ല. അങ്ങനെ എനിക്ക് പണ്ടേ അറിയാളൂ ടൈപ്പ. അയാളെന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നേ. അയാൾക്ക് അറിയാൻ പാടില്ല. അയാളെനിക്ക് ഇടിക്കണോടോ. ജോൺസന്റെ വിത്തല്ലേ ഉണ്ണിയാ. നീ എങ്ങോട്ടേ പോന്നേ? അതമ്മ എന്തെങ്കിലും കാണിക്കട്ടെ. അതെ, അമ്പിളി അവിടെ റൂമിൽ കാത്തിരിക്കുക. നീ അങ്ങോട്ട് പോയേ. അമ്പിളി വന്നിട്ട് കൊറേ നേരമായോ? ഞാൻ വന്നിട്ട് 10-25 കൊല്ലമായി. അമ്പിളിയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ പറ്റി പെണ്ണ് കാണാൻ നേരത്തെ ആരും പറഞ്ഞില്ല. നൈസ് കോമഡി. കണ്ണു പിടിക്കണല്ലോ. താങ്ക് യു. എന്തിനാണ്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഈ സാരി ഉടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോനും പറ്റൂ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പറഞ്ഞാൽ മതി കേട്ടോ. അവർ ഫുൾ ടൈം ഓണാ. ചേച്ചിക്ക് വേണ്ടേ? എനിക്കങ്ങ് വേണ്ട. എനിക്ക് സാധനത്തിന് മണ ഇഷ്ടമല്ല. കുറേ നേരമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അമ്പിളിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്. എനിക്ക് മനസ്സിലാവണില്ല. അളിയൊന്ന് ക്ലിയർ ആയിട്ട് പറയൂ. എടാ, അത് രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പിളി ചിലപ്പോ ചോദിക്കും പ്രേമുണ്ടായിരുന്നോ സെറ്റപ്പ് ഉണ്ടായിരുന്നോ. ഒന്നും വിട്ടു പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഇനി അവളോട് വേണമെങ്കിൽ ചോദിക്കാം. അതിന് തെറ്റൊന്നുമില്ല. അവളായിട്ട് എന്തെങ്കിലും പറഞ്ഞ അതൊരു ബോണസാ. ഈ ഉണ്ണിയളിയൻ പ്രേമം ഉണ്ടായിരുന്നോന്ന്? ഞാനോ? നെവർ. യു ലക്കി. ഇത് പറയാനാണ് ഇത്ര നേരം എടുത്തേ?
എന്തത്? എന്നാ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. ആര്? സുജിത്ത് വാസു. ബിജിത്തോ? സുജിത്ത് വാസു. എന്തിനാണ് കരയണത്? ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാന്ന് അറിയാം അവനെ പ്രേമിച്ച്. പക്ഷെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. ഫസ്റ്റ് നൈറ്റിൽ ശവത്തെ കുത്തല്ലമ്പളി. ആരോമലേട്ട, എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്താ അവന്റെ പേര്? സുജിത്ത് വാസു. എന്ത് വാസു? സുജിത്ത് വാസു. ആപ്പിൾ മുന്തിരി ഓറഞ്ച് മെയ്ഡ് ഇൻ കാനഡ. ആരോമലേട്ടനെ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. അമ്പിളി ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ട് ഇവിടെ കിടന്നോ? ചാച്ചിക്കോ? എനിക്ക് കാണുന്ന സുജിത്തിനെ. ആ കാണാം, ഇപ്പൊ കാട്ടിത്തരാട്ടാ. കാട്ടിത്തരാം. സുജിത്ത് വാസു. എനിക്ക് സുജിത്ത് വാസുവിനെ കാണണം. ബോണസ് ഇട്ടിട്ടാ, ബോണസ് ഇട്ടി. അമ്പിളി എറിഞ്ഞടിച്ചത് അമ്പിളി കുമ്പിളി അതൊന്നും അല്ല. ഒരു ഉരുളാക്കിട്ട് പറയാ എഴുന്നേറ്റേ ഇങ്ങോട്ട് വന്നേ. എന്തോടെയാ വന്നേ ഇങ്ങോട്ട്. എന്തോ പ്രശ്നമാ? അമ്പിളി കുടിച്ചാക്കി പ്രശ്നമോ ഇന്ന്? നമ്മുടെ അമ്പിളി കുടിക്കോ? നിങ്ങൾ എനിക്ക് വേണ്ടി കുടിക്കാൻ ഓറഞ്ചും ഐസ് ക്യൂബും നന്നാരി സർവത്തൊക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കിയില്ലേ? അതാരെന്റെ മുറി കൊണ്ട് വെച്ചത്? ഞാൻ ചോദിക്കാം ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കുടിക്കാനായി ഉണ്ടാക്കിയ സാധനം എന്റെ മുറിയിൽ ആരും കൊണ്ടുവച്ചത്? ഞാൻ. മോളെ ശ്രീകുട്ടി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ മോളെ. നീ എന്തെങ്കിലും ഇവിടെ വെച്ചാൽ ശരിയാവില്ലോട്ടാ. നിന്നോട് അടുക്കളയിൽ വെക്കാനല്ലേ പറഞ്ഞേ? അടുക്കളയിൽ വെച്ച് ആരെങ്കിലും എടുത്ത് കുടിക്കണ്ടെന്ന് സേഫ് ആക്കി ഞാൻ റൂമിൽ കൊണ്ടുവച്ചല്ലോ. എന്നിട്ട് നീ അളിയനോട് പറഞ്ഞാ? ഞാൻ സാധനം വെച്ചൊന്ന് പുറത്തുനിന്ന് അളിയനെ കാണിച്ചില്ലേ? ഇങ്ങനെ സാധനം ഉള്ളിരിപ്പുണ്ടെന്ന് ഇങ്ങനെ കാണിച്ച അളിയ ഇങ്ങനെ. മുറി എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളോ? ഞാൻ പിന്നെ എങ്ങനെ കാണിച്ചത്? താങ്ങണ്ടല്ലേ, ചോറായി പോയി. അളിയനോട് വന്നേ. ഒരു പെഗ്ഗല്ലേ അടിച്ചിട്ടുള്ളോ? അത് മോര് വെള്ളം കൊടുത്ത് ശരിയാക്കാം. വെയിറ്റ്. ഞാനിങ്ങനെ കറക്റ്റായി കാണിച്ചു കൊടുത്തിരുന്നു. മനസ്സിലാവഞ്ഞിട്ടാ. അളിയനോട് വന്നേ. നീയപ്പത് കുടിച്ചില്ലേ? ഞാൻ അടുക്കളയിലുള്ള ഏതോ ജ്യൂസ് എടുത്താ കുടിച്ചത്. അതൊന്നുമല്ല പ്രശ്നം. അളിയൻ ചോദിച്ചിട്ട് അവൾ എന്റെ അടുത്ത് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനില്ലെന്ന് പറഞ്ഞു. അതല്ലേ സത്യം. അപ്പൊ നീ തിരിച്ചു ചോദിച്ചില്ലേ? എന്തിനാ ചോദിക്കണത്? അതിനു മുമ്പേ അവള് പറഞ്ഞ് അവൾക്കാരെ ഇഷ്ടമുണ്ടെന്ന്. ഈ എക്സ് ലവറിന്റെ കേസ് അമ്മ എങ്ങനെ അറിഞ്ഞിണ്ടാ? ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ നൈസായിട്ട് ഇവിടെ മുറി കിടത്തിട്ടാ പോന്നേക്കണത്. അല്ല, അത് മൊത്തം കുടിച്ചായിരുന്നു. മൊത്തം കുടിച്ചോ പാതി കുടിച്ചോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അവൾക്കിപ്പോ സുജിത്ത് വാസുവിനെ കാണണം. ഉണ്ടാവും നിന്റെ ഒരെണ്ണം എടുക്കാൻ. അപ്പൊ മൊത്തം കുടിച്ചു. പണ്ടാറോടങ്ങാൻ വണ്ടി വാങ്ങോട്ട്. അടിപൊളി ദിവസമായിരുന്നു. മൂടാ പോയി. അളിയാ, ഏതാ പുതിയ സുജിത്ത് വാസു? എന്റെ ഫസ്റ്റ് നൈറ്റ് കൊള്ളാക്കാൻ വന്ന ഏതൊരു പ്രാന്തൻ. ഏതാവന്റെ ഏരിയ? അത് ചോദിക്കാനായിട്ട് നമ്മളങ്ങോട്ട് പോണത്. സുജിത്ത് വാസുവാണോ? ഇത് വേറെ വൃത്തിയിട്ടോ. എന്തൊരു വൃത്തിയിട്ടന്മാരാണ് ഈ ലോകത്ത്. എന്തൊരു ക്രൗഡ്. മരുന്നിടത്ത് വെച്ച് കാണാം.